ഒരു ഇൻസ്റ്റഗ്രാം പേജും കോക്രോച്ച് മീമും കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളെ വിറപ്പിച്ച സോഷ്യൽ മീഡിയയിൽ 5 ദിവസം കൊണ്ട് 20 മില്യണിലധികം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ സ്ഥാപകൻ മെയിൻ ബി കോക്രോച്ച് എന്ന മുദ്രാവാക്യം രാജ്യത്തെ യുവജനങ്ങൾക്കിടയിൽ ട്രെൻഡാക്കി മാറ്റിയ യുവാവ്. സാമൂഹിക നീതിയെക്കുറിച്ചും ദളിത് മുന്നേറ്റങ്ങളെക്കുറിച്ചും എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിന് ഞാൻ ദളിതനാണ്, അതാണ് ഉത്തരമെന്ന് പറഞ്ഞ 30-കാരൻ. ഭരണകക്ഷിയായ BJP പോലും ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൽ പിന്നിലാക്കിയ CJPയുടെ പിന്നിൽ പ്രവർത്തിച്ച അഭിജിത്ത് ദീപ്കെ യഥാർത്ഥത്തിൽ ആരാണ്? മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗർ സ്വദേശിയായ അഭിജിത്ത് ദീപ്കെ എന്ന 30-കാരൻ. ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ഇയാൾ ചില്ലറക്കാരനല്ലെന്ന്. പൂനെയിൽ നിന്ന് ജേർണലിസം പഠിച്ച ശേഷം അമേരിക്കയിലെ പ്രശസ്തമായ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് റിലേഷൻസിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടിയ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് അഭിജിത്ത്. നിലവിൽ അമേരിക്കയിൽ ഇരുന്നാണ് അഭിജിത്ത് ഇന്ത്യയിൽ പാറ്റ വിപ്ലവം സൃഷ്ടിക്കുന്നത്. പക്ഷേ ഈ പാറ്റ പാർട്ടി വെറും ഒരു ആക്ഷേപഹാസ്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണോ? ഇവിടെയാണ് ട്വിസ്റ്റ്. മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ ക്യാമ്പയിൻ ടീമിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നയാളാണ് അഭിജിത്ത്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ AAPയുടെ മീം ക്യാമ്പയിനുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അഭിജിത്തിന്റെ ബുദ്ധിയായിരുന്നു. അതുകൊണ്ട് തന്നെ CJP എന്നത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി യുവാക്കളെ ആകർഷിക്കാൻ നിർമ്മിച്ച ഒരു രഹസ്യ രാഷ്ട്രീയ പ്രൊജക്ട് ആണെന്നും AAPയുടെ B ടീം എന്നും BJP വക്താക്കളും മുൻ സിവിൽ സർവന്റുകളും അടക്കം പലരും ആരോപിക്കുന്നുണ്ട്. എന്നാൽ തനിക്കിപ്പോൾ AAPയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അഭിജിത്തിന്റെ വാദം. രാജ്യത്തെ യുവാക്കൾ കാലങ്ങളായി അനുഭവിക്കുന്ന അസംതൃപ്തിയാണ് CJP തരംഗമാകാൻ പ്രധാന കാരണമെന്ന് അഭിജിത്ത് പറയുന്നു. ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള ഇന്ത്യയിൽ ഭൂരിഭാഗവും തൊഴിൽ രഹിതരാണ്. CJP നേരത്തെ പ്ലാൻ ചെയ്തുണ്ടായതല്ല, അങ്ങനെയായിരുന്നെങ്കിൽ താൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുമായിരുന്നുവെന്നും അഭിജിത്ത് ദീപ്കെ പറയുന്നു. CJPയുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നേരിടുന്ന ഭീഷണികൾക്ക് പുറമെ താൻ ദലിതൻ എന്ന തുറന്നു പറച്ചിലിന് പിന്നാലെ വലിയ തോതിൽ സൈബർ ആക്രമണവും വധഭീഷണിയും അടക്കം അഭിജിത്തും നേരിടുന്നുണ്ട്. സ്വയം പ്രഖ്യാപിത ജൻസി നേതാവ് മെറിറ്റിനെതിരാണ് എന്ന് കുറിച്ചുകൊണ്ടാണ് എഴുത്തുകാരിയും സംവിധായകയുമായ അനുരാധ തിവാരി അഭിജിത്തിനെതിരെ അധിക്ഷേപം നടത്തിയത്. ആകെയ D കാർഡ് അധിക്ഷേപങ്ങളും പിന്നാലെ എത്തി. എന്നാൽ ഈ അധിക്ഷേപങ്ങളൊന്നും അയാളെ തളർത്തുന്നില്ല. നിശബ്ദമാകാൻ ഒരുക്കമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അഭിജിത്ത്. യുവാക്കളെ രാഷ്ട്രീയമായി സജീവമാക്കാനും വിവരാവകാശ നിയമം അടക്കം മാർഗങ്ങളിലൂടെ സർക്കാരുകളെ ചോദ്യം ചെയ്യാൻ പ്രാപ്തരാക്കാനുമുള്ള ഒരു വലിയ ഓൺലൈൻ പ്രസ്ഥാനമായി കോക്രോച്ച് ജനതാ പാർട്ടിയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് അഭിജിത്ത് പറയുന്നു. അഭിജിത്തിനെതിരായ സൈബർ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് വലിയൊരു കൂട്ടം പാറ്റകളും പിന്തുണയുമായി രംഗത്തുണ്ട്. ഓരോ തവണ X അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോഴും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുമ്പോഴും പൂർവാധികം ശക്തിയോടെ കോക്രോച്ച് തിരികെ എത്തുന്നു. അതേക്കുറിച്ച് CJP പങ്കുവയ്ക്കുന്ന ഒരു പോസ്റ്റും ശ്രദ്ധ നേടുകയാണ്. പാറ്റകൾ ഏറ്റവും നന്നായി ചെയ്യുന്ന കാര്യമെന്തെന്ന് നിങ്ങൾ മറന്നു. അത് എന്തിനേയും അതിജീവിക്കലാണ്. രാജ്യം രൂപീകൃതമായ കാലം മുതൽ വളർന്നു വന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ലോകം ഇന്ന് ഈ പാറ്റ പാർട്ടിയെ ചർച്ച ചെയ്യുമ്പോൾ യുവജനം ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയത്തിലെയും തലമുറ മാറ്റമാണോ എന്നതാണ് ഇന്ന് പ്രധാനമായും ഉയരുന്ന ചോദ്യം.